Hello friends, assalamu alaikum. Welcome to Sabila's Diary. ഒരു പൊറോട്ട സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഇവിടെ ഒരുപാട് ഫ്രോസൺ ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ യൂസ് ചെയ്ത പൊറോട്ട പോലും ഫ്രോസൺ പൊറോട്ടയാണ്. ഫ്രോസൺ പൊറോട്ട വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം ഞാൻ ഈ പൊറോട്ട ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നഗറ്റ്സ് ആണ്. നഗറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ അത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. നഗറ്റ്സ് ഇല്ലെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഗറ്റ്സ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇതിൽ വരുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ഈ പറഞ്ഞതുപോലെ ഫ്രോസൺ ഐറ്റമാണ്. അതും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാറ്റോസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പം ആദ്യത്തെ കുറച്ച് ഫില്ലിങ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു മുട്ടയാണ് എടുക്കുന്നത്, ഒരു ബുൾസൈ. ഇനി ഒരു ബുൾസൈയിൽ തികയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ബുൾസൈയോ 3 ബുൾസൈയോ എന്ന് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ബുൾസൈ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓംലെറ്റ് വെച്ചിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ്, ആദ്യം തന്നെ പറയുക. കസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കസിൻ ഉണ്ടാക്കി തന്നതായിരുന്നു. അപ്പം വീട്ടിൽ വന്നിട്ട് എനിക്ക് വിശന്നപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കി എടുത്തതാണിത്. അപ്പം നമ്മുടെ ബുൾസൈയിലേക്ക് കുറച്ച് കുരുമുളകും ഒറിഗാനും കൂടി ചേർത്തതിന് ശേഷം ഒരു സ്ലൈസ്ഡ് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്തിരുന്ന പൊറോട്ട അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് 2 സൈഡും കൂടി ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ കുറച്ച് ഫില്ലിങ്സ് ആഡ് ചെയ്യലാണ് അടുത്ത പരിപാടി. അപ്പം പൊറോട്ടയൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാലഡ് വെച്ച് കൊടുക്കാം. ഇനി ലെറ്റ്യൂസിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നഗറ്റ്സും വെച്ച് കൊടുക്കുക. നഗറ്റ്സ് വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ മയോണൈസ്, ഇതും ഈ പറഞ്ഞതുപോലെ റെഡിമെയ്ഡാണ്. മയോണൈസും അതേപോലെ കെച്ചപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, ഇത് വിശന്നപ്പം പെട്ടെന്ന് കസിൻ ഉണ്ടാക്കി തന്നതാണ്. ആ റെസിപ്പിയാണ് ഞാനിപ്പോൾ വീണ്ടും റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻ കേസ് നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കേണ്ടതുമാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും സെബിലാസ് ഡയറിയുടെ വക മാസലാമ.